കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായം അതിൻ്റെ 14 വാക്യം. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 66 അധ്യായത്തിൻ്റെ 14 വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രഭാതത്തിൽ തിരിക്കുന്നത്. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. അപ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും ദൈവപ്രവൃത്തികൾക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ. ദൈവത്തിൻ്റെ കൈ നമുക്ക് വെളിപ്പെട്ട് വരണം. വചനം ഇങ്ങനെ പറയുന്ന യഹോവയുടെ കൈ ദുർബലമാക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിൻ്റെ വിചാരങ്ങളെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പം യഹോവയുടെ കൈ ദുർബലമാക്കുന്നവനാർ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി വെളിപ്പെട്ടാൽ നിശ്ചയമായിട്ട് അതിനെ തടുക്കുവാൻ കഴിയുന്നൊരു കരമുലകത്തിലില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, യഹോവയുടെ കൈ ആർക്ക് വെളിപ്പെടുമെന്നാണ് പറയുന്നത്? തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ആരുടെ ദാസന്മാർക്ക്? യഹോവയുടെ ദാസന്മാർക്ക്, ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, കർത്താവിൻ്റെ ദാസന്മാർക്ക് അതെന്ത് ചെയ്യും? വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പം നമ്മൾ സെർവൻ്റ് ആയിരിക്കുക, കർത്താവിൻ്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൈ ആർക്കൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയുവാൻ തക്കവണ്ണം കഴിയുമല്ലേ. ദിവസം പഠിക്കുമ്പോൾ അബ്രഹാം മുതൽ തുടങ്ങി ഇങ്ങോട്ട് ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ട് വന്ന അനേക ദൈവഭക്തന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതിലൊരു ഉദാഹരണം നിങ്ങളുടെ മുൻപിൽ ഇന്ന് പ്രഭാതത്തിൽ വയ്ക്കുകയാണ്. യോസേഫിനെ കുറിച്ച് ബൈബിൾ പറയുന്ന വില്ലാളികൾ അവനെതിരെ എയ്തു, എന്നാൽ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്താ അവിടെ ശ്രദ്ധിച്ചത്? സ്തോത്രം. ശക്തനായ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതിസന്ധികൾ യോസേഫിൻ്റെ ജീവിതത്തിന് വിരോധമായി എഴുന്നേറ്റ് വന്നിട്ടും വില്ലാളികൾ അവനെതിരെ എയ്തിട്ടും അവനെ തകർക്കുവാൻ അവൻ്റെ സഹോദരങ്ങൾക്കോ ഫറവോൻ്റെ ആധിപത്യങ്ങൾക്കോ പോത്തിഫറിൻ്റെ വീടിനോ മിസ്രൈമിൻ്റെ സ്തോത്രം നിയമങ്ങൾക്കോ കഴിഞ്ഞില്ല. കാരണം സ്തോത്രം ദൈവത്തിൻ്റെ കൈ യോസേഫിന് വേണ്ടി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണമിടെ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈ വെളിപ്പെടും. ആരൊക്കെ നമുക്കെതിരായാലും ആരൊക്കെ നമുക്ക് പ്രതികൂലമായിരുന്നാലും ഒന്നുകൊണ്ടും നമ്മൾ ഭാരപ്പെടരുത്, ഒന്നുകൊണ്ടും നമ്മൾ വ്യാകുലപ്പെടരുത്, ഒന്നുകൊണ്ടും നമ്മൾ പതറിപ്പോകരുത്. ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായി വെളിപ്പെടും നാൾ വരെ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ ദൈവകൃപയിൽ ഇരിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി. നിശ്ചയമായിട്ട് ഞാൻ ഈ പ്രഭാതത്തിൽ പറയുന്ന കർത്താവിൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.